ലോക പോലീസ് ചമയുകയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ കുരുതി കൊടുക്കപ്പെട്ട 148 ചിത്രശലഭങ്ങളെ പോലെയുള്ള പെൺകുഞ്ഞുങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യം ശക്തമായി അപലപിക്കേണ്ടിയിരുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണത്തെ. പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെയും അങ്ങനെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇന്ത്യ അപലപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ പാലിക്കുന്ന മൗനമുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ കുറച്ച് ദിവസങ്ങൾക്ക്, മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയത്. ഇസ്രായേലിലെ പുരസ്കാരവും വാങ്ങി തിരികെ എത്തുന്ന പ്രധാനമന്ത്രി ഉയർത്തുന്ന ചോദ്യങ്ങളുമുണ്ട്. ആ അർത്ഥത്തിൽ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റകരമായ മൗനം എന്ന് തന്നെ കോൺഗ്രസിന്റെ അതേ വാക്കുകൾ കടമെടുത്താൽ ലജ്ജാകരമായ മൗനമാണ് ഇന്ത്യൻ രാഷ്ട്രത്തിനുള്ളത്. പക്ഷേ സ്ട്രാറ്റജിക്കലി നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് US-നെ പിണക്കാൻ കഴിയുന്നില്ല, അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളെയും പിണക്കാൻ കഴിയുന്നില്ല, ഇറാനെയും പിണക്കാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ മരിച്ച സാഹചര്യത്തിലെങ്കിലും, ഒരു രാജ്യത്തിന്റെ സുപ്രീം ലീഡറെ കൊല ചെയ്ത സാഹചര്യത്തിലെങ്കിലും ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇറാനുമായി നമ്മുടെ രാജ്യത്തിനുള്ള ആത്മബന്ധം വളരെ വലുതാണ്. മാധു പറഞ്ഞതിടത്ത് നിന്ന് തുടങ്ങിയാണെങ്കിൽ എനിക്ക് മൂന്നേ പോയിന്റേ പറയാനുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു തിരിച്ചടിയായിട്ട് മാറാൻ പോകുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ, രാജാവ് ഇറാനിൽ വീണു എന്നവർ സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ രാജാവ് പ്രതീകാത്മകമായ അയത്തുള്ള അലി ഖമൈനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു അയത്തുള്ള അലി ഖമൈനി പോയാൽ 100 അയത്തുള്ള ഖമൈനിമാർ വരും എന്നുള്ളതായിരുന്നു അവർ ദിരുത്തുകളിൽ വിളിച്ച മുദ്രാവാക്യം. അയത്തുള്ള റുഹുള്ള ഖമൈനിയാണ് 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം രംഗത്ത് വരുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അയത്തുള്ള അലി ഖമൈനി വരുന്നു. ആദ്യം 2 തവണ പ്രസിഡന്റ് ആവുന്നു, പിന്നീട് സുപ്രീം ലീഡറായിട്ട് വരുന്നു. ഇന്നിപ്പോൾ അയത്തുള്ള അലി ഖമൈനി വീഴ്ത്താൻ സാധിച്ചു. അയത്തുള്ള അലി ഖമൈനിക്ക് പകരം വരാൻ പോകുന്നത് അയത്തുള്ള അറാഫിയാണ് താൽക്കാലിക ചുമതല. ഒരുപക്ഷെ മുജിതബ ഖമൈനി ഒരുപക്ഷെ പെർമനന്റ് ആയിട്ടുള്ള സുപ്രീം ലീഡറായിട്ട് വന്നേക്കാം. ഒരയത്തുള്ള അലി ഖമൈനി മാറിയാൽ ഒരയത്തുള്ള അറാഫി വരും. അയത്തുള്ള അറാഫി മാറിയാൽ അവിടെ ഒരു മുജിതബ ഖമൈനി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെയുള്ള സുപ്രീം ലീഡറെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഇറാനെ തകർക്കാമെന്ന് കരുതണ്ട. രണ്ടാമത് IRGS ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ട് ഇറാന്റെ ഫോഴ്സാണ്. നമ്മൾ ഇസ്രായേലിന്റെ മൊസാദിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഇറാന്റെ താരതമ്യേന മെച്ചപ്പെട്ട ഒരു സൈനിക വ്യൂഹം ഇറാനുണ്ട്. അതിനെ നിയന്ത്രിച്ചു നിർത്തുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാന്റെ സൈനിക വ്യൂഹം. ആ സൈനിക വ്യൂഹത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ് പാക്പോർ. ആ പാക്പോറിനെ വധിച്ചപ്പോൾ IRGS തകർന്നില്ലെന്ന് മാത്രമല്ല, അഹമ്മദ് വാഹിദി എന്ന അതിനേക്കാൾ മികച്ച ഇന്റലിജൻസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ചുമതലയുണ്ടായിരുന്ന ഒരാൾ IRGSന്റെ തലപ്പത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ഇറാന്റെ നേതാക്കളെ, 1 ഡസൻ നേതാക്കളെങ്കിലും ഇതുവരെ വധിച്ചിട്ടുണ്ട് 2022 മുതൽ, ന്യൂക്ലിയർ ശാസ്ത്രജ്ഞരെ അടക്കം. പക്ഷേ എന്നിട്ടും ഇറാൻ തകരാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ഈ നേതാക്കളെ വധിച്ചതുകൊണ്ടാവില്ല. അവർക്കിപ്പോൾ അസാധാരണമായ ഒരു ഐക്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 64% അവിടുത്തെ ഭക്ഷ്യവില പെരുപ്പം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2025 ജൂൺ മാസം മുതലുള്ള കണക്കാണ്. 1 വർഷമായില്ല. 8 മാസത്തിനുള്ളിൽ സാധനങ്ങളുടെ വില 64% ഉയർന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി. ഈ ഭരണകൂടം, പെസഷ്കിയാൻ ഭരണകൂടം മാറണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ശക്തമായ പ്രതിഷേധം അവിടെ തെരുവിൽ നടക്കുന്നതിനിടയിലാണ് അറ്റാക്ക്. ഇപ്പോൾ പെസഷ്കിയാനെതിരെ അവിടെ തെരുവിൽ പ്രതിഷേധമില്ല. അവിടെ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അത് അയത്തുള്ള അലി ഖമൈനിയെ വധിച്ച ഇസ്രായേലിനോടും അമേരിക്കയോടും പകരം ചോദിക്കണമെന്നുള്ള എന്ന് മുതൽ തുടങ്ങിയ ഉപരോധമാണ്. കലാപത്തിലൂടെ അട്ടിമറി ശ്രമം നടക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഇത് സംഭവിച്ചത്. 100%. നോക്കൂ, വെനിസുലയിൽ നടത്തിയതുപോലെ നിക്കോളാസ് മഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അങ്ങനെ കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല. ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവരാമെന്ന് എങ്ങനെയാണോ വെനിസുലയിൽ കരുതിയത്, അതേപോലെ ഇറാനിൽ കരുതിയെങ്കിൽ അമേരിക്കയ്ക്ക് തെറ്റാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. അത്ര എളുപ്പം ഇറാൻ കീഴടങ്ങില്ലെന്ന് മാത്രമല്ല, സ്ട്രാറ്റജിക്കലി അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു പിഴവെന്ന് പറയുന്നത്, ഇതുവരെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്ന പ്രക്ഷോഭകാരികൾ ഇന്ന് അയത്തുള്ള അലി ഖമൈനിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? യഥാർത്ഥത്തിൽ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ബേസിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത്ര വ്യാപകമായ അറ്റാക്ക് നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടോ? ഇത്ര വ്യാപകമായ അറ്റാക്ക് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകൾ, ദുബായിലുള്ള എയർബേസ്, ദോഹയിലുള്ള അൽ ഉദൈദ് എയർബേസ്, ഏറ്റവും വലിയ ഖത്തറിലുള്ള ഏറ്റവും വലിയ എയർബേസ് ആണ് അൽ ഉദൈദ് എയർബേസ്. നമ്മൾ ഖത്തറിലൊക്കെ പോകുമ്പോൾ അത് കാണാൻ പറ്റും. മനാമയിലുള്ള 5th ഫ്ലീറ്റിന്റെ ഒരു വലിയ ഹെഡ് ക്വാർട്ടർ തന്നെയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഹെഡ് ക്വാർട്ടറാണ് ഈ ഭാഗത്ത്. അതേപോലെ ഇറാഖിലുള്ള ഇർബിൽ US-ന്റെ എയർബേസ്. ഈ 4 എയർബേസുകളിൽ ഒന്നിലധികം തവണയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സൂചന ചെറുതല്ല. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. അമേരിക്കയുടെ ആ കരുതലിലാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് അമേരിക്കൻ പ്രസൻസ് അനുവദിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ നോക്കൂ, കഴിഞ്ഞ 36 മണിക്കൂറുകളായി ഗൾഫ് രാജ്യങ്ങൾ നിശ്ചലമാണ്. ഒരുപക്ഷെ ആൻഡ്രൂ അഗസ്റ്റിൻ വിശദീകരിക്കും. ദുബായ് നിശ്ചലമായാൽ എങ്ങനെയാണ് വ്യാപാരത്തിൽ അത് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. അവിടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നു. ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന മേഖലയാണ്. എണ്ണ വ്യാപാരം തടസ്സപ്പെട്ടു. ഈ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും? അമേരിക്കയ്ക്ക് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ഈ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിക്കാത്ത പക്ഷം ഇറാന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിൽ വലഞ്ഞാൽ ഇതുവരെയും അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ എയർബേസ് അനുവദിക്കാം, ഞങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. അങ്ങനെ അമേരിക്ക കൊടുത്ത ഉറപ്പ് പാഴാവുന്നു എന്ന്
എന്ന് പറയുന്നത് ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറും. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തിരിച്ചടികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ട്രാറ്റജി മാറി. ഇപ്പോൾ US-ലെ ഗൾഫ് രാജ്യങ്ങളിലെ എയർബേസുകളിലേക്കല്ല അറ്റാക്ക് നടക്കുന്നത്. ഇപ്പോൾ അറ്റാക്ക് നടക്കുന്നത് എങ്ങനെയാ? നേരിട്ടാണ്, സ്ട്രെയിറ്റ്. അമേരിക്കയെ പോയി അറ്റാക്ക് ചെയ്യാനൊന്നും ഇറാനുള്ള ശേഷിയില്ല. അവരുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ദൂരപരിധി 2000-ൽ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ അമേരിക്കയിലെ എയർബേസുകളെ മാത്രമല്ല, വെസലുകളെ അവർ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അവരുടെ പടക്കപ്പലുകളെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഏബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആക്രമിച്ചതല്ലോ. അതായത് ഇറാനിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ എന്തിനാണ് എത്തിയതെന്ന് അവർക്ക് ചോദിക്കാമല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഹോർമൂസ് സ്ട്രെയിറ്റ്, അതാണ് അവരുടെ വജ്രായുധം എന്ന് പറയുന്നത്. അത് പക്ഷേ അടച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരുന്ന ഇറാന് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മഹത്യാപരമായ നീക്കമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അവർക്ക് നടത്താം. ഹോർമൂസ് സ്ട്രെയിറ്റ് പിടിച്ചിടുന്ന പക്ഷം തകരാൻ പോകുന്നത് ഒരു വലിയ സംവിധാനമാണ് എന്നുള്ളതാണ്. പകരം റൂട്ടൊക്കെ സൗദി അറേബ്യക്കുണ്ട്. ഉദാഹരണത്തിന് സൂയിസ് കനാൽ വഴിയുള്ള റൂട്ടുണ്ട്. ബാവ അൽ മൻദാബ് എന്ന് പറയുന്ന ഒരു സ്ഥലം വഴി സൗദി അറേബ്യയും ഖത്തറും ഒക്കെ പകരം റൂട്ടുകൾ കണ്ടെത്തി. പക്ഷേ അതൊക്കെ 13-14% മാത്രമേ എണ്ണ കൊണ്ടുപോകാൻ പറ്റൂ ഇപ്പോൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു യുദ്ധവും ആത്യന്തികമായ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കില്ല. സമാധാനത്തിലേക്ക് നയിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ താല്പര്യം അതെന്നുള്ള അയത്തുള്ള അലി ഖമൈനിയെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റുക എന്നത് മാത്രമല്ല, ഇസ്ലാമിക് റവല്യൂഷന്റെ എല്ലാ ശേഷിപ്പുകളും അവസാനിപ്പിച്ച് റസ പഹ്ലവിയെ കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് പിന്തുണ എക്സാക്ട്ലി 1979 മുമ്പുള്ള പഹ്ലവി ഷാ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്ന് പാവ സർക്കാരിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഡിസൈൻ. അതിന് ഇസ്രായേലാണ് ഏറ്റവും വലിയ നേതൃത്വം നൽകുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നറിയോ? അതിന് പറഞ്ഞിരിക്കുന്ന ന്യായമാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. ഇസ്രായേൽ ഒരു ആണവ രാഷ്ട്രമാണോ? അംഗീകരിക്കപ്പെട്ട ആണവ രാഷ്ട്രമല്ല ഇസ്രായേൽ. അവരുടെ ആണവായുധങ്ങൾ രഹസ്യമായി നിർമ്മിച്ച മറ്റാരും കാണാതെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് ഇസ്രായേൽ ഇറാനെ ചോദ്യം ചെയ്യാൻ പോകണം. നിങ്ങൾ ആണവായുധം ഉണ്ടാക്കുമോ എന്നുള്ള ഭീതിയിൽ ചോദ്യം ചെയ്യാൻ വരുന്നു എന്നുള്ള കാഴ്ചയാണ് ഈ അമേരിക്ക. ഞാനിപ്പോൾ വായിക്കായിരുന്നു, സാക്സ് എന്ന് പറയുന്ന കൊളംബിയ പ്രൊഫസറുടെ ഒരു ലേഖനമുണ്ട് ഓപ്പൺ മാഗസിനിൽ. അദ്ദേഹം പറയുന്നുണ്ട് 1970 വരെ അല്ല 1989 വരെ ഏകദേശം 70 രാജ്യങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. 70 രാജ്യങ്ങളെയാണ് ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടങ്ങളെ അമേരിക്ക മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം 1 ഡസനോളം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 100ഓളം രാജ്യങ്ങളുടെ ഉള്ളിൽ കടന്നു കയറി അവരുടെ ഭരണത്തലവന്മാരെ മാറ്റി അവരുടെ ഭരണകൂടത്തെ മാറ്റി ഇളക്കി പ്രതിഷ്ഠിച്ചിട്ടാണ് അമേരിക്ക ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതും അമേരിക്കയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ അട്ടിമറിച്ച അമേരിക്ക വീണ്ടും ഇസ്രായേലിനെതിരെ അവർ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാൻ പോകുന്ന ആണവായുധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ഹിംസ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൂട്ടുപിടിച്ചിരിക്കുന്നതാവട്ടെ ആണവായുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കാതെ മണ്ണിനടിയിൽ ഇപ്പോഴും രഹസ്യമായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ കൂട്ടുപിടിച്ച്, അതും 20,000-ഓളം കുഞ്ഞുങ്ങളുടെ രക്തം കണ്ട് ഇനിയും കൊതിമാറാത്ത ഇസ്രായേലിനെ കൂട്ടുപിടിച്ചാണ് ഈ കൂട്ടക്കുരുതി നടത്തുന്നത്. ശക്തമായ ഭാഷയിൽ നമ്മുടെ രാജ്യം അവലംബിക്കണം. ഈ ലോക പോലീസ് ചമയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ മുളയിലേ നുള്ളാനുള്ള ശ്രമം രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Meet the editors.